ഇന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് വേർഡ്സ് എന്നുള്ളതാണ്. വേർഡ്സിൽ നമുക്ക് ആവശ്യമുള്ള വേർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഇനി പേര് മാത്രമല്ല, നിങ്ങൾക്ക് ഇമോജീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഇമോജിയും ആഡ് ചെയ്തു. ഇനി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ ചാനലിൻ്റെ പേരും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത ഇമോജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് വരുന്നത് കളർ എന്നുള്ള ഓപ്ഷനാണ്. കളർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ താഴെ നമുക്ക് ചില കളർ കോമ്പിനേഷൻസ് ലഭിക്കും. ആ കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കളറിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മൂന്നാമത് വരുന്നത് ഷേപ്പ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. കുറേ ഷേപ്പിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാലാമത് വരുന്ന ഒരു ഓപ്ഷനാണ് ഫോണ്ട് എന്നുള്ളത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോണ്ട് വേണമെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണ്ട് മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് റൊട്ടേറ്റ് എന്നുള്ളതാണ്. റൊട്ടേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വേർഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഓപ്ഷൻ കൂടി അതിൽ വരുന്നുണ്ട്, ബോർഡർ എന്നുള്ള ഓപ്ഷൻ. നമുക്കിനി ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ബോർഡർ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിൽ മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത്. ആപ്പ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.